ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒരു മാസം പൂർത്തിയാക്കി അല്ലേ, നവംബർ 30 വരെ പൂർത്തിയാക്കി. അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റും കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മോക്ക് ടെസ്റ്റ് ലാസ്റ്റത്തെ നവംബർ നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന ഭാഗത്തിൽ നവംബർ 1 തീയതി മുതലുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസംബറിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അതും അതിനകത്താണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ നവംബർ 29, 30 എന്ന് പറയുന്ന വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്ത് ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് 30 ദിവസത്തെയും കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറി ജസ്റ്റ് മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ടെസ്റ്റുകൾ എപ്പോഴും ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്തുള്ള അവരെപ്പോഴും എന്ത് ചെയ്യുക, ഈ ടെസ്റ്റുകളൊക്കെ എവിടെ കണ്ടാലും ക്വസ്റ്റ്യൻസ് കണ്ടാൽ കയറി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ ആ കണ്ട കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അങ്ങനെ സ്ഥിരം അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പരീക്ഷയോടുള്ള പേടിയും മാർക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് ഇനി ഡിസംബർ 1 തീയതിയിലെ 2 തീയതിയിലെ 2 ദിവസത്തെ കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ എന്ത് ചെയ്യുക, എല്ലാവരും നോട്ട്ബുക്കിൽ പോയിന്റ് നോട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ഈ ഒരു ചാനലിലൂടെ കറണ്ട് അഫയേഴ്സുകൾ കൃത്യമായി വന്നുകൊണ്ടേയിരിക്കും. നമ്മളിനി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന 2025-26 സമയങ്ങളിൽ വരാൻ പോകുന്ന പ്രധാന പരീക്ഷകൾക്കായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഓക്കെ, ഇപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ മത്സര പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും റാങ്ക് നിശ്ചയിക്കുന്നത് ഈ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. കാരണം അതെല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഉദ്യമമാണ് നമ്മൾ ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡിസംബർ 1 തീയതിയിലെയും 2 തീയതിയിലും നടന്ന ഒരു 4-5 സംഭവം. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഡിസംബർ 1 എന്ന് പറയുന്നത് ലോക എയ്ഡ്സ് ദിനമാണ്. ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ 1 അല്ലേ. നമുക്കെല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കെല്ലാം അറിയാവുന്ന ഒരു പോയിന്റാണ് ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. അപ്പോൾ എന്തിനാണ് ഈ ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്? എയ്ഡ്സിനെ കുറിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് അവകാശങ്ങളുടെ പാത സ്വീകരിക്കുക. ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ ഇത്തവണത്തെ പ്രമേയം എന്താണ്? അവകാശങ്ങളുടെ പാത സ്വീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം. അതുപോലെ 2030 എയ്ഡ്സിനെ ഉന്മൂലനം ചെയ്യുക എന്ന ആഗോള ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ എയ്ഡ്സ് ദിനാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ അടുത്തിടെ വന്ന മറ്റൊരു വാർത്തയാണ് പത്തനംതിട്ട ജില്ലയിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വളരെ വൻതോതിൽ കൂടുന്നതായിട്ടുള്ളൊരു കണക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറ്റൊരിതും വിചാരിക്കരുത്. ശരിക്കും അവിടെ എയ്ഡ്സ് രോഗികൾ ഇപ്പോൾ കൂടുന്നതെന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗം അല്ലേ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചുവരുന്ന ഒന്നാണ് ലഹരി ഉപയോഗം. അപ്പോൾ ലഹരി സിറിഞ്ച് ഉപയോഗിക്കുന്നവരിലൂടെ ഇപ്പോൾ കൂടുതലായിട്ട് എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവരോട് പറയുക, എയ്ഡ്സ് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ വർദ്ധിക്കുന്നുണ്ട് എന്ന് പറയുക. കാരണം ലഹരിയുടെ സിറിഞ്ച് അല്ലേ, ആ സിറിഞ്ച് ഇങ്ങനെ മാറി കുത്തുമ്പോൾ എന്ത് ചെയ്യും, ഒരാൾക്കുണ്ടെങ്കിൽ പലർക്കായിട്ടത് പകരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ അടുത്തിടെ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വളരെ കൂടുന്നു എന്നൊരു റിപ്പോർട്ട് വന്ന് ജസ്റ്റ് ഒരു ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ 1. അപ്പോൾ എയ്ഡ്സിനെ കുറിച്ച് പൊതുജനങ്ങളൊന്ന് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിനമാണ് ഏത്, ലോക എയ്ഡ്സ് ദിനം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയെ പരിചയപ്പെടാം. JP നദ്ദ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയാണ് JP നദ്ദ. നമ്മൾ കഴിഞ്ഞ നവംബറിലെ കുറച്ച് ദിവസങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും, ഓരോ ദിവസവും നമ്മൾ ഓരോ കേന്ദ്രമന്ത്രിമാരെയൊക്കെ പരിചയപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുപോലെ സംസ്ഥാന മന്ത്രിമാരുടെ പേരോട് ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് ഉൾപ്പെടുത്തി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയുടെ പേരാണ് JP നദ്ദ. ഓക്കെ, ഇനി അതുപോലെ നമ്മുടെ ഒരു UN ഒരു സമ്മേളനമാണ് മരുഭൂവൽക്കരണത്തെ ചെറുക്കുന്നതിനുള്ള UN സമ്മേളനം, UNCCD COP16. ഇതിൻ്റെ വേദി എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ റിയാദാണ്. ഓക്കെ, മരുഭൂവൽക്കരണത്തെ ചെറുക്കുന്നതിനുള്ള UN സമ്മേളനം. മരുഭൂവൽക്കരണത്തെ ചെറുക്കുന്നതിനുള്ള UN സമ്മേളനത്തിൻ്റെ ഇത്തവണത്തെ വേദി എവിടെയാണ്? റിയാദിലാണ്. സൗദി അറേബ്യയിലെ റിയാദിലാണ് ഇത്തവണത്തെ വേദി. UNCCD COP16 എന്നാണ് ആ ഒരു സമ്മേളനം അറിയപ്പെടുന്നത്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പരിസ്ഥിതി സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ മരുഭൂവൽക്കരണത്തെ ചെറുക്കുന്നതിനുള്ള UN സമ്മേളനത്തിൻ്റെ വേദിയാണ് എവിടെ? റിയാദ്. സൗദി അറേബ്യയിലെ റിയാദിലാണ് വേദി.
ഇതിലാണ്ട് 197 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയും അതിൽ പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവും പിന്നെ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുമാണ് ഇത്തവണ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അവിടെ പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മരുഭൂവൽക്കരണത്തെ ചെറുക്കുന്നതിനുള്ള UN സമ്മേളനത്തിൻ്റെ വേദിയാണ് സൗദി അറേബ്യയിലെ റിയാദ്. അതുപോലെ നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICCയുടെ പുതിയ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റത് ഇന്ത്യക്കാരനായ ജയ്ഷ. നിങ്ങളൊക്കെ ക്രിക്കറ്റ് കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും, ജയ്ഷയെ കണ്ടിട്ടുണ്ടാവും. ജയ്ഷയെ പറ്റി നിങ്ങൾക്ക് അറിയുകയും ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനാണ് ആര്? ജയ്ഷ. ഓക്കെ, അപ്പോൾ അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് ചുമതലയേറ്റു. അതുപോലെ ICCയുടെ തലപ്പത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും ആരാണ്? ജയ്ഷ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ICCയുടെ പുതിയ അധ്യക്ഷനാരാ? ജയ്ഷ. ഓക്കെ, അതുപോലെ ഉത്തർപ്രദേശിൽ പുതുതായിട്ടൊരു ജില്ല രൂപീകരിച്ചു, കുംഭമേള, മഹാകുംഭമേള. അതായത് കുംഭമേളയുടെ നടത്തിപ്പും ഭരണമൊക്കെ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്ന ഒരു മേഖല ഉണ്ടല്ലോ, അതിനെ ഒരു പുതിയ ജില്ലയായിട്ട് അവിടുത്തെ സർക്കാർ പ്രഖ്യാപിച്ചു. ആ ജില്ലയുടെ പേര് മഹാകുംഭമേള എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ മഹാകുംഭമേള എന്ന് പറയുന്ന പേരിൽ ഒരു പുതിയ ജില്ല അവിടെ രൂപീകരിച്ചു. അപ്പോൾ കുംഭമേളയുടെ നടത്തിപ്പിനും ഭരണം കാര്യക്ഷമമാക്കാനൊക്കെ എന്ത് ചെയ്തു? പ്രയാഗ്രാജിലെ കുംഭമേള നടക്കുന്ന മേഖലയെ മഹാകുംഭമേള എന്ന പേരിൽ ഒരു പുതിയ ജില്ലയായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചു. എത്ര വർഷത്തിലൊരിക്കലാണ് കുംഭമേള നടക്കുന്നതെന്ന് അറിയാമോ? 12 വർഷത്തിലൊരിക്കലാണ് ഈ മഹാകുംഭമേള നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡിസംബർ 1-ാം തീയതി 2-ാം തീയതി ബന്ധപ്പെട്ട് നമ്മളൊരു 5 കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നുള്ള കണ്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞത് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1, പിന്നെ പറഞ്ഞത് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ, പിന്നെ പറഞ്ഞ മരുഭൂവൽക്കരണത്തെ ചെറുക്കുന്നതിനുള്ള UN സമ്മേളനത്തിൻ്റെ വേദി എവിടെ നടന്നു? സൗദി അറേബ്യയിലെ റിയാദിൽ നടന്നു. പിന്നെ നമ്മൾ പറഞ്ഞ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് ജയ്ഷ ചുമതലയേറ്റു. അതുപോലെ കുംഭമേള നടക്കുന്ന മേഖലയെ മഹാകുംഭമേള എന്ന പേരിൽ ഒരു പുതിയ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസംബർ 1-ാം തീയതി 2-ാം തീയതിയിലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ ദിവസത്തെ നോട്ട് ചെയ്ത് പഠിക്കുക, വരുന്ന പരീക്ഷ വളരെ നന്നായിട്ട് എഴുതുക. അതേപോലെ ഗെയിൻ നോളജ് മിഷൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ റെഗുലർ കോഴ്സുകളും സെക്രട്ടറി ടെസ്റ്റിൻ്റെ സ്പെഷ്യൽ ക്രാഷ് കോഴ്സും ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, 2 ബാച്ചുകളും ഡിസംബർ 16-ാം തീയതിക്ക് ശേഷമാണ് നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 10 മുതൽ ഡിഗ്രി വരെയുള്ള മുഴുവൻ സിലബസും കൂടെ നമ്മൾ ഒരു കോഴ്സിലൂടെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിഗ്രി യോഗ്യത ഉള്ള ഒരാൾക്ക് എന്തായാലും ഡിഗ്രി യോഗ്യത ഉള്ളവരെ LDC പരീക്ഷ എഴുതും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും എഴുതും. എന്തായാലും നമുക്കൊരു ലിസ്റ്റിൽ കയറിപ്പറ്റി ജോലി നേടുക എന്നാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതുകൊണ്ട് ഡിഗ്രി മാത്രം എന്ന് പറഞ്ഞിട്ട് ആരും ഇരിക്കരുത്. പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? മൊത്തവും പഠിക്കുക. ഓക്കെ, നമ്മുടെ കുട്ടികൾക്ക് ഒരു ധാരണയുണ്ട്, പ്രിലിമിനറി മെയിൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് 10th ലെവൽ മതി, ഡിഗ്രി ലെവൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. ഓക്കെ, ലെവൽ എന്ന് പറയുന്ന PSC അവരുടെ കൺവീനിയൻറ്റ് തിരിക്കുന്നതാണ്. നമുക്ക് പഠിക്കുന്നതിന് ഒരിക്കലും ലെവൽ തിരിച്ച് പഠിക്കാൻ വേണ്ടി നിൽക്കരുത്, അത് പണി കിട്ടുകയും ചെയ്യും. പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? അടിസ്ഥാന വിവരങ്ങൾ മുതൽ മുഴുവനും പഠിക്കുക. അപ്പോൾ നമ്മുടെ ഒരു കോഴ്സും ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബേസ് മുതൽ ഫുൾ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒരു വർഷത്തെ കോഴ്സ് കൊണ്ട് നിങ്ങളെ ലൈവായിട്ട് കൂടെ നിന്ന് നോട്ട് ഉൾപ്പെടെ എഴുതിച്ച് പഠിപ്പിച്ചെടുക്കുക. അതുകൊണ്ട് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദയവായി ഇത് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ മാസം ഡിസംബർ 2nd വീക്ക് കഴിയുമ്പോൾ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.